വീഡിയോ എടുത്ത് വെച്ചാൽ നിനക്ക് നാളെ നോർമൽ സ്ട്രീമിൽ കാണിക്കാം. നോർമൽ സ്ട്രീമിൽ അതിനെ കുറിച്ച് പറയാം. ഇത് ഈ ഗെയിമിങ് ചാനലിൽ എനിക്ക് എന്തോ ഒരു ഫുൾ ബാഡായി പോയി ഇവിടെ വന്നിട്ട്. ഞാൻ കാര്യം പറയാം, എന്റെ മുടിയിൽ നോക്കിയ ഭ്രാന്തനെ പോലെയായി ഞാൻ ചീട്ടയെ കളിച്ചിട്ട്. അല്ല, നീ എങ്ങനെയാ ഡെയിലി കളിക്കുന്നത്? നീ എപ്പോ കളിക്കാം? നിന്റെ അപ്ഡേറ്റ് 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 അടിവനോട് എത്ര പ്രാവശ്യം ഞാൻ പറയണോ? ഡേറ്റ് പറ. ഓക്കെ, നാളെയും കൂടി നീ പ്ലാൻ ചെയ്തോ. മറ്റന്നാളോ അതിൽ ചീട്ട് ഒരാഴ്ച എന്നിട്ട് പിന്നെ ഒരു മാസം ഡെയിലി ചെയ്യും. എടാ, നാളെ മുതൽ ചെയ്യ്. അല്ല, മറ്റന്നാളോ അതിൽ ചെയ്യും. ഒരു ദിവസം എടുത്തോ, മറ്റന്നാളോ അതിൽ ചെയ്യും. നോക്കല്ല, ഉറപ്പ് പറയണം, ഉറപ്പ് പറ. ഇല്ലെങ്കിൽ എന്റെ നോർമൽ സ്ട്രീമിൽ വന്നിട്ടാണ് ഇവര് സ്പാം ചെയ്യുന്നു GTA എന്നിട്ട്. അത് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് കളിക്കണ്ട വന്നിന്. മനസ്സിലാ? നീ കളിക്കുവാണെങ്കിൽ അവരെ വന്ന് സ്പാം ചെയ്യില്ല, നിന്റെ വന്നിട്ട് കണ്ടോളൂ. മനസ്സിലാ? പറ. ഞാനൊരു 3 ദിവസം കൂടി വേണം. അത് കഴിഞ്ഞ് ഞാൻ ഇതാവും. BGM ഓൾഡ് ഇവന്റ് ഈസ് ബാക്ക് എന്നോ? ആണോ? പഴയ ഇവന്റ് വന്നോ? വന്നോ? നമുക്ക് ഇതിലൊന്ന് പബ്ജിയും കൂടി കളിച്ചാലോ? എന്താ പറയുന്നത് ചാറ്റ്? പബ്ജി കളിച്ചാലോ? പബ്ജി കളിച്ചാലോ? GTA ലൈവ് നാട്ട് ചാനലിന് പേര് വിട്ടിട്ട് പബ്ജി കളിച്ചാലോ ചാറ്റ്? യെസ് പറഞ്ഞോ? എടാ, ഓരോരാൾക്ക് ഓരോ താല്പര്യങ്ങളുണ്ട്, മനസ്സിലായി? അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കരുത്, അതാണ്. യെസ് പറഞ്ഞോ ചാറ്റ്? കളിച്ചാലോ? സമയം 2:45, 3 മണിയാ. ഓക്കെ, 2 കളി കളിക്കാം. 2 കളി ഞാൻ പബ്ജി കളിക്കാം. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ. എടാ, നീ എന്റെ കേബിൾ എടുത്തിട്ട് വന്ന. കേബിൾ എടുത്തോ? വലുത് അവിടെ വലിയ കേബിൾ ഒറ്റ ഒന്നേ ഉണ്ടാവും. ലൈവ് ഇങ്ങനെ നിന്നോട്ടെ. ഇത് കാണുന്ന കാണാം. നമ്മള് ഡെയിലി ഇങ്ങനെയല്ല. അത് കണ്ടോ? ഇതൊരു എക്സ്ട്രാ ചാനൽ ഉണ്ടാക്കിയത് ലാഭമായല്ലോ. നമ്മക്കിടാ തെറിയും വിളിക്കാ. ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യാ. ഇത് നല്ല ആവല്ലോ. ഇതിപ്പോ ലാഭമായല്ലോ. 24 മണിക്കൂർ ലൈവ്. 24 ഒന്നുമില്ല മോനെ, പണിയുണ്ട് നാളെ. ഷമീർ കാരണമാണ് ലൈവ് അല്ല ഇത്, സത്യം. അല്ല, അത് ഞാൻ കാര്യം പറയല. അത് നീ ഫസ്റ്റ് വന്നിട്ട് എന്റെ ഊമ്പിച്ചടാ. നീ എന്തോ നിന്റെ ലൈവ് ആണെങ്കിൽ നീ അത്രയോ ഇതാക്കൂല. എന്റെ ലൈവ് ആക്കോട്ടെ നീ കരുതി കൂട്ടി ഊമ്പിച്ച്. നീ സ്ക്രിപ്റ്റ് മൊത്തം പൊളിച്ച്. ഞാൻ കാര്യം പറയല. റെസ്പെക്ട് ഇതെല്ലാം നമ്മള് പറഞ്ഞു വെച്ചല്ലേ, എല്ലാരും പറഞ്ഞല്ലേ. കാറിൽ ഇരുന്ന് 4 മണിക്കൂർ സംസാരിച്ചാൽ നമുക്കൊരു ക്യാരക്ടർ പിടിക്കാന്ന് പറഞ്ഞില്ലേ, ഒരു എന്താ പറയാ അപ്പുറം ഇപ്പുറം ഒരു ഇതായിട്ടുള്ള. ഞാൻ വിചാരിച്ച ഫസ്റ്റ് ലാസ്റ്റ് നീ എന്നോട് ഊമ്പിത്തരം ചെയ്യും. ലാസ്റ്റ് നീ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആ കുട്ടുന്നാക്കിട്ട് നീ പോകും. നിന്റെ സ്ഥിരം പരിപാടിയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. നീ കളിക്കുന്നുണ്ടേ കയറ്. കളിക്കുന്നുണ്ടേ കയറ്. പബ്ജി കയറുന്നുണ്ടേ കയറ്. പബ്ജി എന്നാ പോ. എടാ, നീ പോയാ നീ പിന്നെ എല്ല് വന്നെന്ന് പറഞ്ഞ എല്ല് വരും. നീ പോ, അങ്ങോട്ട് പോ. ശരിയാല എന്നാ പിന്നെ ഇത് പറയുന്ന പോലെ ഈ ചാറ്റിൽ നമ്മള് നോക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മള് മെയിൻ ചാനലിലെ ചാറ്റിൽ തന്നെ നോക്കണ്ടോ. ഇടറാ അല്ലേ? അല്ല പിന്നെ ആരോടാ സംസാരിക്കാൻ നീയല്ലോ. അല്ല പിന്നെ എടാ, ഇതെന്ത് വരാത്ത? എന്താ പറയാ? സ്ലീപ് സ്ട്രീമോ?
നിർത്തി ചീട്ടയില്ലല്ലോ. പബ്ജി അല്ലടാ നമ്മളിവിടെ എത്തിച്ചത്. നമ്മള് വന്ന വഴി മറക്കരുതല്ലോ. നീ വന്ന വഴി മറക്കുന്ന ഒരു ഗുണ്ടയാൻ ചേച്ചിട്ട് ഞാൻ അങ്ങനെ ആവടാ. നീ പിന്നെ അങ്ങനെ തന്നെ അല്ലേ വരുന്നില്ലടാ. അടി ഇന്ന് എല്ലാവുന്നുള്ള ഞങ്ങൾക്ക് അത്രയും ഉറപ്പായിരുന്നു. ഞാൻ ഓണ്ടാതെ ലൈവ് ഇടാണ്ടെന്ന്. കാരണം എന്തായാലും ഇത് ഫ്ലോപ്പ് ആവും. എടി ഇതിന്റെ പ്ലാനിങ് ആണോ ഇതങ്ങനെ വിചാരിച്ച നടക്കുന്ന മതി. ഞാൻ സിനിമ കാണട്ടെ. ആ സിനിമ കാണുന്ന പേരോ ഏതാ വെക്കണ്ടേ? പടം ഏതാ വെക്കണ്ടേ? നീ ബാക്കുന്ന സിനിമ ഉണ്ടോ? സിനിമ ഏതാ വേണ്ടേ? സിനിമ ഏതാ വേണ്ടേ പറ. വെക്ക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാം. ഏതാ വേണ്ട പടം? ഷെഡ് ഡാൻസ്. അതിന്റെ ഉപ്പാനോട് പോയിട്ട് പറയണം. മാറി രാത്രി 3 മണിക്ക് ഷെഡ് ഡാൻസ്. എനിക്ക് ഹലോ ഹലോ അയ്യോ ഞാൻ ബീസിലിരിക്കടാ. റിപ്ലൈ കൊടുക്കാം. അടാ ഇവര് ഇങ്ങോട്ട് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. എടാ ബീസിൽ ആരെയും സംസാരിക്കുന്നുണ്ടോ? ചാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്കെല്ലാം തെറി പിടിക്കാം. ഇവരെല്ലാം ഒന്ന് നേരിട്ട് കാണണല്ലേ, എന്നിട്ട് 2 പൊട്ടിക്കണം. ഹലോ 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 ആനിമൽ മൂവി അല്ല ലൈവിന്റെ ഒന്നല്ല, ഞാൻ ഇത് പബ്ജി കളിക്കാൻ പോട്ടെ. ഇതാവുന്നില്ല. ഷെമീർ പാമ്പ്. പാമ്പല്ലടാ, ഞാൻ സർപ്പം വലിയ സർപ്പം. ഇതാ റിമോട്ട് ഷെമീർ. നീക്ക് കാണണ്ടേക്കോ, നീ കാണാണ്ട് പോയിക്കോടാ. കൊറേ കുറ്റം പറയും. ഏതാന്ന് നീയല്ലോ റൂൾസ് ഒന്നും ഇല്ലല്ലേ? റൂൾസ് അടിച്ച് ഓട്ടോ ഞാൻ ഷട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു ചോട്ട് തരുമായിരുന്നു. എന്റെ ഉള്ളിലുള്ള ശരിക്കും പറ ഇവരോടുള്ള ചോട്ട് പോടാ. എല്ലായിടത്തും നോക്കി ഞാനെങ്ങനെ ഇതായി പോവല്ല. കള്ളാടെ അടിക്കാനോ ഒന്നില്ലല്ലോ. വീട് ഞാൻ സിനിമ പോയത് വേണമെങ്കിൽ പറ. ഒപ്പരം കാണാം. നിന്റെ എന്തെങ്കിലും റിയൽ ഫേസ് കാണിക്കാണ്ടോ? എന്റെ റിയൽ ഫേസ് വേണം. അടെ ഇത് നമ്മളെ പ്രൈവറ്റ് നമ്മളെ ഓജി വ്യൂസാ. വരൂലേ? ഇല്ല ഇവര് സീനില്ല. ഇവര് നമ്മളെ സ്വന്തക്കാരോ. പറഞ്ഞോ എന്തെങ്കിലും പറയാണ്ട് പറ പറയണ്ട. ഇപ്പൊ നിങ്ങക്ക് ഷെമീറോട് ഈഗോണ്ടോ? ആ കാര്യം പറ. ഇല്ല ഷെമീർ റേഷൻ കേട്ടോ. ഷെമീർ ആ കാര്യം അത് ഉള്ള കാര്യം. പക്ഷെ അത് വേണം. അല്ല അത് വേണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റും. അത് അല്ല ഞാനൊരു കാര്യം പറയട്ടെ. ഞാനാണ് ഇത് പ്ലാൻ ചെയ്തത് സ്പോയിൽ ചെയ്യാൻ വേണ്ടിട്ട് മൊത്തം. ഒരു സെക്കൻഡ് എന്റെ കണക്ട് ആയിട്ടുണ്ട്. സ്ക്രീൻ കണക്ട് ആയിട്ടുണ്ട്. 1 സെക്കൻഡ്. സൗണ്ട് കേൾക്കുന്നടാ അപ്പുറത്തുണ്ടാ? മിസ്റ്റർ വി കണ്ടിട്ടുള്ളത്. എന്റെ ആണോ നമ്മളുടെ അപരാധം കാണിക്കാൻ പോലെ. ശരിക്കുള്ള ഷട്ടി ഡാൻസ് കാണാം. ഇവൻ റിയൽ ആയിട്ടുള്ള ഷട്ടി ഡാൻസ് ആണല്ലോ. നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കണോ? ഇങ്ങനെ പബ്ജി കളിക്കാൻ പറ്റുമോ? വയർഡ് നിർമ്മി
कर देते हैं PUBG കളി GTA പറഞ്ഞിട്ട് സ്പാം ചെയ്തിട്ട് തന്നെ ഇതിൽ കേട്ടിച്ചിട്ട് പിന്നെ വന്നിട്ട് എല്ലാം ഇടുന്നത് ശരിയല്ല. മനസ്സിലാ? ഒന്നാമത്തെ കാര്യം. പിന്നെ അതിന്റെ ഉള്ളിൽ എന്തെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ എന്റെ മുന്നിൽ എന്ത് കാണുന്ന എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ അങ്ങ് ചെയ്യാം. മനസ്സിലാവും? അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ലീഡർ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. അത് തന്നെയാണ് വഴി. മനസ്സിലാവും? കാരണം എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് വരുന്നില്ല. ഞാൻ വിചാരിച്ചത് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഇൻട്രസ്റ്റ് വരും. പിന്നെ ഷെമീറിലും കളിക്കുന്ന കണ്ടോണ്ട് മനസ്സിലാവും. ഇത് ഇവരിൽ ഇത്രയും പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറട്ടെ, എനിക്ക് ഈ GTA എന്നുള്ള സാധനം ഒരിക്കലും എനിക്ക് കരിയറായി കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത. മനസ്സിലാവും? റാംബോനും ഷമീറല്ലാന്ന് ഞാൻ അതിലേക്ക് കയറ്റിയത്. ഓക്കെ, ഇവർക്കെല്ലാം വേണ്ടിട്ടാന്ന് ഞാൻ പിന്നെ ഈ ഗ്യാങ് തുടങ്ങാന്ന് വിചാരിച്ചതും പിന്നെ ഇതിലേക്ക് ഞാൻ ഇങ്ങനെ ലീഡർ പൊസിഷനിൽ ഒരിക്കൽ വന്ന് പോവാ, ഇടയ്ക്കെപ്പെങ്കിലും വന്ന് പോവാന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചത്. ഓക്കെ, അപ്പത്തേക്ക് വന്നിട്ട് ഫുള്ള് എല്ലാം ഇട്ടിട്ട് കാര്യമില്ല. മനസ്സിലാവും? ഞാൻ പറയുന്ന വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലും മാസത്തിലൊരിക്കൽ എനിക്ക് വന്ന് ആഴ്ചയിലൊരിക്കൽ എനിക്ക് തോന്നില്ല കേട്ടോ. മാസത്തിലൊരിക്കലും ഞാൻ വന്ന് കയറും. GTA ഈ ലീഡർ ഇല്ലാണ്ട് നടക്കാത്ത പരിപാടി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വന്ന് കയറും. അല്ലെ? അങ്ങനെ ചെയ്തൂടെ? അതല്ല നല്ലത്. അത് നല്ലത്. ഇത് എനക്ക് പറ്റിയ RP is not for you ബ്രോ എന്നിട്ട് കമന്റ് ഇട്ട കാര്യമാണ്. അത് നീ പറയുന്നത് കേൾക്കുന്നല്ല കേട്ടോ, പറയുന്നത് കാര്യമാണ്. മനസ്സിലാവും? പിന്നെ വേറെന്തെങ്കിലും കണ്ടേ പറ ചാറ്റ്. വേറെന്തെങ്കിലും കണ്ടേ പറ. നോ ചേഞ്ച് എന്ന് പറഞ്ഞാ എടാ എനിക്ക് ഇത്തിരി ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല ബ്രോ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഞാൻ ഇതിൽ അത്രയും പ്ലാൻ ചെയ്തത് അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം. ഞാൻ ഇത്രയും ദിവസം നമ്മൾ സംസാരിക്കാം, ഞാനും ഷമീറിലും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യാം. ഇതിൽ ഷമീറിനെ ഒന്ന് വിളിച്ചിട്ട് വന്നേ. എന്നിട്ട് ഗെയിമിൽ കയറുമ്പോഴേക്ക് മൊത്തം തീരുമാനം മാറി. വേറെ എന്തെല്ലോ അവിടെ വന്നിട്ട് കോമഡി കാണിക്കാനും ഇതാക്കാനും വേണ്ടിട്ട് തെറി വിളിക്കലും ഇതാക്കലല്ലോ. അത് കാരണം എനിക്ക് ഫസ്റ്റ് തന്നെ മൂഡ് പോയ കാര്യം അതാണ്. ഞാൻ കാര്യം പറയല്ലോ, എനിക്ക് ആദ്യം മൂഡ് പോയ കാര്യം അതാണ്. അല്ലാണ്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് താല്പര്യമില്ലാത്തൊരു ഗെയിമാണ്. മനസ്സിലാവും? ഷമീറ ഊമ്പിത്തരം കാണിക്കരുത്. മനസ്സിലായി? നമ്മൾ പ്ലാൻ ആക്കിയത് നീ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു, എന്നിട്ട് RP ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ ഇടക്ക് നീ അറിയാണ്ട് കളിയാക്കി പോകുന്നു. ഇതല്ല നീ ആദ്യം തന്നെ വാങ്ങിച്ച് മാസ് കാണിക്കല്. ഇതെന്താ ബൈക്കൊന്നും വർക്കായില്ല. ഞാൻ പെട്ടെന്ന് ഓവറായിട്ട് കേറിയതാ. അപ്പൊ ഞാൻ കുറച്ച് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. ആ പോട്ടെ, വാട്ടവർ. ഞാൻ പറയുന്ന വെച്ചാൽ ഇത് എനക്ക് പറ്റിയ പരിപാടിയല്ല. ഈ RP എനക്ക് പറ്റിയ പരിപാടിയല്ല. പരിപാടിയല്ല. മനസ്സിലായി? അല്ലെങ്കിൽ പിന്നെ അത്രയും പ്ലാൻ ചെയ്ത് അത്രയും ഇതാക്കിയിട്ട് എല്ലാവരും അതിന് കണക്കായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇതാക്കണം, എന്നതിൽ കളിപ്പിക്കണം. അല്ലാണ്ട് എനക്ക് സ്വന്തമായിട്ട് ഈ RP എന്ന് പറഞ്ഞ സാധനം നടക്കൂല. മനസ്സിലാവും? അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഇതിപ്പോ എനക്കെന്തല്ലോ നിനക്ക് എൽഷമീറ. പിന്നെ ഞാൻ മുമ്പാനാ ഇവിടെ ഈ കളി തീർന്നാലും കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് എനക്കാന്നെല്ലാം കിട്ടുന്നത്. മനസ്സിലാവും? അതെല്ലാം നോക്കണ്ട. ഇതെന്ന് വെച്ചാൽ നമ്മളെ മെയിൻ ചാനൽ ഇവന്മാര് ഇതാക്കുന്നത് നോക്കണ്ട. മനസ്സിലായി? ഇത് GTA പുണ്ടകളാന്ന് ഇരിക്കണം. കാര്യം പറയാല. ഞാൻ പറയുന്നത് വെച്ചാല് നിനക്കെല്ലാം ഒരു കരിയർ ഉണ്ടായിക്കോട്ടെ ചോദിച്ചിട്ടാ ഞാൻ ഈ GTA പറഞ്ഞ ഈ ഊമ്പിത്തരത്തിൽ കയറിയത്. ഞാൻ പറയുന്നത് കേൾക്കണം. മനസ്സിലാ? അങ്ങനെയാണെങ്കിൽ ഞാൻ കേറുമ്പോ ഞാൻ പറഞ്ഞ ഇത് പ്ലാന് തെറ്റിക്കാണ്ട് ചെയ്യണമായിരുന്നു. അത് നീ തെറ്റിച്ചു പോട്ടെ. നീ എന്താന്ന് ചെയ്യും. വാട്ടവർ. ഇനി ഞാൻ മാസത്തിലൊരിക്കൽ കയറും. പറയണ്ട, ഞാൻ മാസത്തിലൊരിക്കൽ എനിക്ക് കയറും. മനസ്സിലായി? ആ മാസത്തിലൊരിക്കൽ കയറുമ്പോ കറക്റ്റ് പ്ലാൻ ആക്കിയിട്ട് ഒരു RP ചെയ്യുക. ഞാൻ കയറണം നിർബന്ധം ഉണ്ടെങ്കിൽ. ഓക്കെ, എനിക്കാവില്ല. ഓക്കെ, ഈ ലീഡർ കാരണം എന്നുള്ള നിർബന്ധമുണ്ട്. പിന്നെ ലീഡർ ചേഞ്ച് ചെയ്യുന്നതിന്റെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യണം.
ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഷെയ്ക്ക് ആരാന്ന് വെച്ചാ റാംബോ ആരാ മാക്ക് ആരും ഒരാളെ GTA ലീഡർ ആക്കണം, മനസ്സിലാവും. എന്നിട്ട് കാരണം GTA കണ്ടന്റ് മുന്നോട്ടേക്ക് പോണം, അത് എന്നെ കൊണ്ട് നടക്കാത്ത കാര്യം. ഓക്കെ, അപ്പൊ GTA ഇത് നല്ലതിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാൾ, കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാള് ലീഡർ ആവട്ടെ. അത് നിങ്ങള് അത് ഓഡിയൻസിനോട് വെച്ചിട്ട് പോൾ ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾ എന്താന്ന് ആയിക്കോ. ഞാൻ പറയുന്നത് വെച്ചാല് ഈ മാസത്തിലൊരിക്കൽ അങ്ങനെ എപ്പം ആയിട്ട് ഞാൻ വന്ന് GTA കയറാം, അതാണ് എന്റെ തീരുമാനം. ഓക്കെ, നോ അച്ചായനും ഗ്യാങ്. അച്ചാൻ ഗ്യാങ്ങില് വേണ്ടേ? വേണ്ട, അച്ചായനുണ്ടല്ലോ ഗ്യാങ്ങില്. എടാ എനക്ക് ഫുള്ള് ഈ GTA ഒരു ഡിപ്രഷൻ ഗെയിം ആട്ടെ കളിച്ചിട്ട് കളിച്ചിട്ട് ഇതിന് കറക്റ്റായ പ്ലാനിംഗ് ഇല്ലേ ഒരു തീട്ടാ. ഞാൻ കറക്റ്റായി പ്ലാൻ ആക്കിയാന്നല്ലോ, നീ വന്ന് മുമ്പിച്ചാലോ മാറി. എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് ലൈവിന്റെ മുന്നിൽ ക്യാരക്ടർ മാറുന്ന പരിപാടി ഉണ്ട് കേട്ടോ. എനിക്ക് ആ കാര്യം പറയാം. ഞാൻ പറയാം, ഞാൻ അടുത്ത മാസം കയറും, പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കി പ്ലാൻ ആക്കി അന്നെ അതിൽ അങ്ങനെ കളിപ്പിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ കയറുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കയറുന്നില്ല. ഞാൻ കാര്യം പറയാലോ. റൂബിയ ഗെയിമും കൊറേ നോ അച്ചായനും ഗ്യാങ് ഇവിടെ പാവട ചങ്ങായി ഈ വയസ്സാം കാലത്ത് ഗെയിം കളിക്കാൻ കയറട്ടെ. ഒരു ദിവസം കൊണ്ടൊന്നും ഇത് ശരിയാവൂല. അറിയാം ഞാൻ 3 കൊല്ലായി കളിക്കുന്നത്. ഞാൻ ഒരു 6 മാസം ബ്രേക്ക് എടുത്ത് ഇപ്പൊ ഞാൻ ലാസ്റ്റ് കളിച്ചത് ഒരു 8-9 മാസം മുമ്പാന്ന് തോന്നുന്നു, അല്ല കളമശ്ശേരി വീട്ടിന്ന് അല്ല ഒരു 8 മാസം 9 മാസം 1 വർഷമില്ല. 1 വർഷം മുമ്പാണ് ഞാൻ ലാസ്റ്റ് GTA കളിച്ചത്. അതിന് മുന്നേ അതിന്റെ എല്ലാ കൊല്ലം ഒരു പ്രാവശ്യം ഞാൻ GTA വരും. എന്നിട്ട് സ്ട്രീം എന്നിട്ട് ഞാൻ പോകും, മനസ്സിലാ. എടാ എനിക്ക് പറ്റിയിട്ടുള്ള പരിപാടിയല്ല, മനസ്സിലാ. അപ്പൊ ഗ്യാങ് മുന്നോട്ടേക്ക് പോകേണ്ട കാര്യത്തിന് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഞാൻ എപ്പെങ്കിലും വന്ന് കയറാം, അല്ലാണ്ട് എനിക്കിത് നടക്കൂല. നമുക്ക് ഇവിടെ എനിക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് ഇവിടെ അത്ര എന്തെല്ലാം ചെയ്യാനുണ്ട്. നോർമൽ സ്ട്രീമിൽ അത്രയും കെട്ടിക്കിടക്കാം, കുന്നുപോലെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കാം. ഇത് നിങ്ങൾ നിർബന്ധിച്ചോണ്ട് മാത്രം ഞാൻ ഇവിടെ വന്ന് കയറിയാന്ന്, മനസ്സിലാ. എന്നിട്ട് എല്ലിടുന്ന നേരത്തെ എല്ലിട്ട കുറെ ലൊട്ടകളുണ്ട്. ഞാൻ കാര്യം അങ്ങനെ ദേഷ്യം വന്നിട്ടില്ലേ, കാര്യം പറയാലോ. ബ്രോ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടത്, മനസ്സിലായോ. അല്ലാണ്ട് എനിക്ക് ഇഷ്ടം കൊണ്ടാണോ? എനിക്കിതിൽ ഭയങ്കര ഞാൻ ഇതിന് പാഷനറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ GTA? അല്ല, ഇത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് അറിയാം. ഇതുകൊണ്ട് ജീവിക്കുന്ന ഇത് കരിയർ ആക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എന്റെ കൂടെ ഉണ്ട്, മനസ്സിലാ. ഇവർക്കും എല്ലാം വേണ്ടിട്ട് തന്നെ ഞാൻ ഇതിൽ കയറിയത്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടെങ്കിൽ പോലും ഞാൻ ഈ ഇത്ര എഫേർട്ട് ഇട്ട് ഇതിൽ കയറിയത്, മനസ്സിലായോ. എനിവേസ് ഗൈസ്, WWE സ്ട്രീം അപ്പ് ആണ് അത്. മറ്റേ മെയിൻ ചാനൽ ഞാൻ ഇങ്ങനെ ഒന്നല്ല, മെയിൻ ചാനൽ ഞാൻ ഇങ്ങനെ ഒന്നും ഇരിക്കൂല കേട്ടോ. മെയിൻ ചാനലിൽ ഞാൻ ചാറ്റാൻ ഈടെ ആരും കാണും. ഇവിടെ ഞാൻ തെറിയെല്ലാം വിളിക്കാം. ഇതൊരു നല്ല സ്ഥലമാണ് കേട്ടോ. ഞാൻ കാര്യം പറ്റും ഇവിടെ GTA ലൈവ് പകരം ഗെയിമിംഗ് ലൈവ് എന്നാക്കാം. എന്നിട്ട് പബ്ജിയും എല്ലാ ഗെയിമും കളിക്കാം. പെസ് ഇടക്ക് GTA കയറാം, മാസത്തിലേക്ക് GTA കയറാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ തെറി വിളിക്കാം, ഇഷ്ടമുള്ള പോലെ സ്ട്രീം ചെയ്യാം. ഓക്കെ, ഈ GTA ലൊട്ടകൾ വന്നാൽ പോണ ലൊട്ടകളെന്ന് ഞാൻ പറയും. ഞാൻ കാര്യം പറയാം. ഇവരെല്ലാം ഇട്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇതാക്കി പോണം, നിർത്തിട്ട് പോണം. എടാ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള GTA എനിക്ക് അറിയില്ല. എനിക്ക് അതിൽ വലിയ നോളജ് ഇല്ല, മനസ്സിലാ. അത് ഞാൻ പറഞ്ഞു, അത് ഞാൻ സമ്മതിച്ചു, പിന്നെ അത് കഴിഞ്ഞു. ഓക്കെ, എന്നെ ഞാൻ പറയുന്നത് അടുത്ത എപ്പായിരിക്കും ഞാൻ GTA കയറാം മുട്ട. എനക്കറിയില്ല എന്താവുമെന്ന്, എനിക്കറിയില്ല. എന്തായാലും ഷെമീർ ആഗ്രഹിച്ച പോലെ ആയിട്ടുണ്ട്.
ലീഡർ സ്ഥാനം ഷമീർ കോ ലീഡർ സ്ഥാനം കൊയ്യാൻ വേണ്ടിട്ട് ലീഡർ അല്ലെങ്കിൽ ഒരുമാതിരി പൊസിഷനാന്ന് തോന്നുന്നു. ഞാൻ ഈ കോ ലീഡർ ഇറങ്ങാൻ നിൽക്കല്ലേ ഡോൺ ലീവ് ലീഡർ. എടാ ഞാൻ ഇതിൽ കേറൂല, പിന്നെ എങ്ങനെയാടാ ഞാൻ ലീഡറായി നിക്കുക? ഗോഡ് ഫാദർ നല്ല പരിപാടി, നല്ല പരിപാടി. ഗോഡ് ഫാദർ ആയിട്ട് നിൽക്കാം. ഓക്കെ, ഗോഡ് ഫാദർ ആയിട്ട് നിൽക്കുക, അതാ നല്ലത്. അതാകുമ്പോ ഇടക്കിടക്ക് വന്നിട്ട് പോയാൽ മതി. എന്നാ പിന്നെ ഞാൻ പോട്ടെ. എന്തെങ്കിലും പറയണ്ട, അവസാനമായിട്ട് എന്തെങ്കിലും പറയാണ്ടേ പറ. ഇതെന്റെ OG വ്യൂസ് ആണല്ലേ ഈ ഫൈക്ക്? ഇതാണെന്ന് തോന്നുന്നു എന്റെ OG ആണോ? ഇതില് GT അങ്ങനെ എന്റർടൈൻമെന്റ് ആണെങ്കിൽ വ്യൂസ് വിടണമെങ്കിൽ ഞാൻ അതിനെന്തെല്ലാം ചെയ്യാൻ പറയാ. അങ്ങനെ ഇതാക്കിയിട്ട് TVനൊന്ന് ഇതാക്കിയിട്ട് ആക്കേണ്ട